ഒരു കമ്പനിയുടെ പ്രാരംഭ പൊതുഓഹരി വിൽപ്പന അഥവാ IPO നടക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഓഹരികൾ കൈവശം വെച്ചിട്ടുള്ള പ്രൊമോട്ടർ, നോൺ പ്രൊമോട്ടർ, ആങ്കർ നിക്ഷേപർ തുടങ്ങിയ വിഭാഗങ്ങളിലായുള്ള വൻകിട നിക്ഷേപകർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓഹരികൾ വിൽക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള താൽക്കാലിക നിരോധന കാലയളവാണ് ലോക്ക് ഇൻ കാലാവധി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ 2025 ജനുവരി 20 മുതൽ ഏപ്രിൽ 30 വരെയുള്ള 3 മാസ കാലയളവിൽ വൻകിട നിക്ഷേപകർക്ക് ബാധകമായിരുന്ന ലോക്ക് ഇൻ കാലാവധി അവസാനിക്കാൻ പോകുന്ന 82 ഓഹരികൾക്കാണ്. IPO പൂർത്തിയാക്കി ഓഹരിയുടെ ലിസ്റ്റിംഗ് നടന്നതിന് പിന്നാലെ വൻകിട നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിച്ച് ലാഭമെടുക്കുന്ന പ്രവണത വർദ്ധിച്ചതിൻ്റെയും തൽഫലമായി ഓഹരിയുടെ വിപണിയിൽ നേരിടാവുന്ന കടുത്ത ചാഞ്ചാട്ടം നിയന്ത്രിക്കുന്നതിനും ഭാഗമായാണ് രാജ്യത്തെ മൂലധന വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി IPOകൾക്ക് ലോക്ക് ഇൻ കാലാവധി എന്ന നിബന്ധന കൂടി ചുമത്തിയിട്ടുള്ളത്. ഇതിലൂടെ സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകർക്ക് സംരക്ഷണം ഒരുക്കാനും ലക്ഷ്യമിടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന 3 മാസത്തിനുള്ളിൽ ലോക്ക് ഇൻ കാലാവധി അവസാനിക്കാൻ പോകുന്ന ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം, എന്തുകൊണ്ട് പ്രാധാന്യം? നിശ്ചിത ലോക്ക് ഇൻ കാലാവധി നിബന്ധന അവസാനിക്കുന്നതിന് മുമ്പ് ആ ഓഹരിയുടെ വിപണി വിലയിൽ എത്ര തന്നെ മാറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിഷ്കർഷിച്ചിട്ടുള്ള വൻകിട നിക്ഷേപകർക്ക് കമ്പനിയുടെ ഓഹരികൾ വിൽക്കുന്നതിന് അനുവാദമില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് വേളയിൽ ഓഹരി വിലയിൽ നേരിടാവുന്ന കടുത്ത ചാഞ്ചാട്ടം ഒഴിവാക്കുന്നതിനാണ് SEBിയുടെ ഈ മാർഗ്ഗനിർദ്ദേശം. ഇത്തരത്തിൽ കമ്പനിയുടെ IPOയ്ക്ക് ബാധകമായ നിബന്ധനകൾ പ്രകാരം ലിസ്റ്റിംഗ് നടപടി പൂർത്തിയായ ശേഷവും ഓഹരി വിൽക്കാൻ അനുവാദമില്ലായിരുന്ന വൻകിട നിക്ഷേപകർക്ക് നിർദ്ദിഷ്ട ലോക്ക് ഇൻ കാലാവധി അവസാനിക്കുന്നതോടെ വിലക്ക് മാറിക്കിട്ടും. ഇതോടെ ആങ്കർ നിക്ഷേപകർക്കും നോൺ പ്രൊമോട്ടർ നിക്ഷേപകർക്കും ഒക്കെ വേണമെങ്കിൽ ഓഹരികൾ വിൽക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഓഹരികൾ വിൽക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി വർദ്ധിക്കാൻ കളമൊരുങ്ങുന്നു. അതായത് ലോക്ക് ഇൻ കാലാവധി നിബന്ധന ഒഴിവാകുന്ന മുറയ്ക്ക് വൻകിട നിക്ഷേപകർ വിൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ആ ഓഹരിയുടെ വിപണി വിലയിൽ അപ്രതീക്ഷിത ചാഞ്ചാട്ടം നേരിടാമെന്ന് സാരം. 1 മാസത്തെ ലോക്ക് ഇൻ കാലാവധി തീരുന്ന ഓഹരികൾ: DAM ക്യാപിറ്റൽ അഡ്വൈസേഴ്സ്, മമത മെഷീനറി, കോൺകോർഡ് എൻവിറോ സിസ്റ്റംസ്, സനാതൻ ടെക്സ്റ്റൈൽസ് തുടങ്ങിയ ഓഹരികളുടെ ആങ്കർ നിക്ഷേപകർക്കായുള്ള 1 മാസത്തെ ലോക്ക് ഇൻ കാലാവധി ജനുവരി 23 അവസാനിക്കുകയാണ്. അതേപോലെ സെനാറോസ് ഫാർമസ്യൂട്ടിക്കൽസ്, കരാറോ ഇന്ത്യ, വെൻഡി ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ ഓഹരികളിൽ ബാധകമായിരുന്ന 1 മാസ ലോക്ക് ഇൻ കാലാവധി ജനുവരി 24 അവസാനിക്കും. യൂണിമേക്ക് എയ്റോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓഹരികൾക്ക് ബാധകമായ 1 മാസ ലോക്ക് ഇൻ കാലാവധി ജനുവരി 27 ഇൻഡോഫാം എക്യുപ്മെൻറ്റ് ഓഹരിയുടേത് ഫെബ്രുവരി 2 അവസാനിക്കും. സമാനമായി സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ടെക്നോളജി ഓഹരിയുടെ ലോക്ക് ഇൻ കാലാവധി ഫെബ്രുവരി 8 ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ഓഹരിയുടേത് ഫെബ്രുവരി 9 അവസാനിക്കുന്നു. 3 മാസത്തെ ലോക്ക് ഇൻ കാലാവധി അവസാനിക്കുന്ന ഓഹരികൾ: വാരി എനർജീസ് ഓഹരികളുടെ ആങ്കർ നിക്ഷേപകർക്ക് ബാധകമായിരുന്ന 3 മാസത്തെ ലോക്ക് ഇൻ കാലാവധി ജനുവരി 22 അവസാനിക്കുകയാണ്. സമാനമായി ഗോദാവരി ബയോ റിഫൈനറീസ് ഓഹരികളുടേത് ജനുവരി 27 സൈലിറ്റി ഇന്ത്യ ഓഹരികളുടേത് ഫെബ്രുവരി 7 നിവ ബുപ്പെ ഹെൽത്ത് ഇൻഷുറൻസ് ഓഹരികളുടെ 3 മാസത്തെ ലോക്ക് ഇൻ കാലാവധി ഫെബ്രുവരി 10 അവസാനിക്കുന്നു. അതേപോലെ അഗ്നി സോളാർ ഹോൾഡിംഗ്സ് ഓഹരികളുടേത് ഫെബ്രുവരി 10 NTPC ഗ്രീൻ എനർജി ഫെബ്രുവരി 24 വിശാൽ മെഗാമാർട്ട് ഓഹരികളുടേത് മാർച്ച് 17 ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ഓഹരികളുടെ 3 മാസ കാലയളവിലെ ലോക്ക് ഇൻ കാലാവധി ഏപ്രിൽ 15 അവസാനിക്കുന്നു. 6 മാസത്തെ ലോക്ക് ഇൻ കാലാവധി അവസാനിക്കുന്ന ഓഹരികൾ: രാജ്യത്തെ ഇതുവരെയുള്ള ഏറ്റവും വലിയ IPO ആയിരുന്ന ഹുണ്ടായി മോട്ടോർ ഇന്ത്യ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ വർഷം 2ാം പകുതിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏകദേശം 30ലധികം കമ്പനിയുടെ ഓഹരികൾക്ക് ബാധകമായിരുന്ന 6 മാസ ലോക്ക് ഇൻ കാലാവധി സമീപ ഭാവിയിൽ തന്നെ അവസാനിക്കുകയാണ്. കമ്പനിയുടെ IPO നടക്കുന്നതിന് മുൻപുള്ള ആദ്യകാല നിക്ഷേപകർക്ക് അഥവാ നോൺ പ്രൊമോട്ടർ വിഭാഗത്തിലുള്ള നിക്ഷേപകർക്ക് ബാധകമായിരുന്ന നിബന്ധനയാണിത്. ഇതിൽ ഹുണ്ടായി മോട്ടോർ ഇന്ത്യ ഓഹരിയുടെ ലോക്ക് ഇൻ കാലാവധി ഏപ്രിൽ 17 മറ്റുള്ള കമ്പനിയുടെ ലോക്ക് ഇൻ കാലാവധി ജനുവരിക്കും ഏപ്രിൽ മാസത്തിനിടയിലും അവസാനിക്കും. ഇതിൽ 5 കമ്പനികളുടെ 50%-ലധികം ഓഹരിയുടെ ലോക്ക് ഇൻ നിബന്ധനയാണ് വരുന്ന 4 മാസത്തിനകം ഒഴിവാകുന്നത്. മൊത്തം ലഭ്യമായ ഓഹരികളിൽ 69% വിഹിതം വരെ നിബന്ധനകളിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ബ്രെയിൻ ബി സൊല്യൂഷൻസ് ആണ് ഇതിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നത്. ഏക്കംസ് ഡ്രഗ്സ് ആൻഡ് ഫാർമ ഓഹരികളുടെ 6 മാസത്തെ ലോക്ക് ഇൻ കാലാവധി ഫെബ്രുവരി 3 ബ്രെയിൻ ബി സൊല്യൂഷൻസ്, യൂണികോമേഴ്സ്, സൊല്യൂഷൻസ്, സീജൽസ് ഇന്ത്യ തുടങ്ങിയ ഓഹരികളുടേത് ഫെബ്രുവരി 10 നോർത്തേൺ ആർ ക്യാപിറ്റൽ ഫെബ്രുവരി 17 പ്രീമിയർ എനർജീസ് ഓഹരികളുടേത് ഫെബ്രുവരി 28 വെസ്റ്റേൺ കാരിയേഴ്സ് ഓഹരിയുടേത് മാർച്ച് 24 അർക്കേഡ് ഡെവലപ്പേഴ്സ് ഓഹരിയുടേത് ഏപ്രിൽ 17 ഗോദാവരി ബയോ റിഫൈനറീസ് ഓഹരിയുടെ 6 മാസ ലോക്ക് ഇൻ കാലാവധി ഏപ്രിൽ 29 അവസാനിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റ് ഓഹരികൾ: കഴിഞ്ഞ വർഷം IPO നടത്തിയ 9 കമ്പനികളുടെ പ്രൊമോട്ടർമാർക്ക് ബാധകമായിരുന്ന 1 വർഷത്തെയും ഉൽക്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, TVS സപ്ലൈ ചെയിൻ, നെറ്റ്വെബ് ടെക്നോളജീസ് ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികളുടെ പ്രൊമോട്ടർക്ക് ബാധകമായിരുന്ന 1.5 വർഷത്തെ ലോക്ക് ഇൻ കാലാവധിയും അടുത്ത 3-4 മാസങ്ങൾക്കുള്ളിൽ അവസാനിക്കാൻ പോകുകയാണ്. ഇതിൽ ഇപാക് ഡ്യൂറബിൾസ് ഓഹരിയുടെ 1 വർഷത്തെ ലോക്ക് ഇൻ കാലാവധി നിബന്ധന ജനുവരി 27 BLS സർവീസസ് ഓഹരിയുടേത് ഫെബ്രുവരി 6 ജൂനിപ്പർ ഹോട്ടൽസ്, GPT ഹെൽത്ത് കെയർ തുടങ്ങിയ ഓഹരികളുടേത് ഫെബ്രുവരി 27 എക്സികോം ടെലി സിസ്റ്റംസ് ഓഹരിയുടെ മാർച്ച് 3 പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് ഓഹരിയുടെ മാർച്ച് 11 SRM കോൺട്രാക്ടേഴ്സ് ഓഹരിയുടെ ഏപ്രിൽ 11 ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഓഹരിയുടെ ഏപ്രിൽ 15 1 വർഷത്തെ ലോക്ക് ഇൻ നിബന്ധനകളിൽ നിന്നും സ്വതന്ത്രരാകും. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച ഓഹരികളെക്കുറിച്ചുള്ള വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈറ്റിമേലയുടെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.